20ാമത്തെ ചോദ്യം, സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. ഇവിടെ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു 3x പ്ലസ് 7y. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 4 കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. 3x പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60, x പ്ലസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, x മൈനസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു -6, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ ആദ്യമേ തന്നെ ഈ കൺസ്ട്രെയിൻസ് ഉൾപ്പെടുന്ന ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഓരോ കൺസ്ട്രെയിൻസും എടുത്ത് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ് വേണ്ടത്. അതായത് 3x പ്ലസ് 4y ഈക്വൽ ടു 60 എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 പോയിന്റ്സ് കണ്ടുപിടിക്കണം. ആ പോയിന്റുകൾ എളുപ്പത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സിന് ആദ്യമേ 0 എന്ന് കൊടുക്കുന്നു. എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ എക്സിൻ്റെ ടേം അവിടെ വാനിഷായി പോകും. പിന്നെ 4y ഈക്വൽ ടു 60 എന്ന് വരും. അപ്പോൾ y എന്ന് പറയുന്നത് 60/4, അതായത് 15 എന്ന് വരും. പിന്നെ നമ്മൾ yക്ക് 0 എന്ന് കൊടുക്കുന്നു. yക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ 4yയുടെ ടേം അവിടെ 0 ആയി പോകും. പിന്നെ 3x ഈക്വൽ ടു 60 എന്ന് വരും. അപ്പോൾ x എന്ന് പറയുന്നത് 60/3, അതായത് 20 എന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ 2 പോയിന്റ്സ് നമുക്ക് കിട്ടി. ഇനി അടുത്ത ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് x പ്ലസ് വൈ ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഈ ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പോയിന്റ്സ് കണ്ടുപിടിക്കുന്നു. ആ പോയിന്റ്സും ഇതുപോലെ എളുപ്പവഴി കിട്ടുന്നതിന് വേണ്ടിയിട്ട് x 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ y 10 എന്ന് വരും. y 0 എന്ന് കൊടുക്കുമ്പോൾ x 10 എന്ന് വരും. ഇനി അടുത്തതായിട്ട് നമ്മൾ വരയ്ക്കേണ്ടത് x മൈനസ് 3y ഈക്വൽ ടു -6 എന്ന് പറയുന്ന ലൈനാണ്. ഈ ഒരു ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2 പോയിന്റ്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ x 0 എന്ന് കൊടുക്കുന്നു. x 0 എന്ന് കൊടുക്കുമ്പോൾ 0 മൈനസ് 3y ഈക്വൽ ടു -6 എന്നാണ് വരുന്നത്. 0 മൈനസ് 3y എന്ന് പറയുന്നത് -3y ആണ്. -3y ഈക്വൽ ടു -6. -3y ഈക്വൽ ടു -6 എന്നാണെങ്കിൽ y ഈക്വൽ ടു -6/-3, അതായത് y ഈക്വൽ ടു 2 എന്നാണ് വരുന്നത്. വൈയുടെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടി. ഇനി അടുത്തതായിട്ട് നമ്മൾ y 0 എന്ന് കൊടുക്കുന്നു. y 0 എന്ന് കൊടുക്കുമ്പോൾ x മൈനസ് 3 ഇൻറ്റു 0, അതായത് x മൈനസ് 0 എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു -6 എന്ന് കിട്ടും. y 0 എന്ന് കൊടുക്കുമ്പോൾ x -6 എന്ന് കിട്ടും. അപ്പോൾ ഈ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 2 പോയിന്റ്സും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഗ്രാഫിൽ ആക്സിസുകൾ മാർക്ക് ചെയ്യുന്നു. ആക്സിസുകൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം വരുന്നത്, ഒരു ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് x -6 നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ എക്സിൻ്റെ വാല്യൂ മാക്സിമം 20 വരെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നെഗറ്റീവ് x ആക്സിൽ -6 വരെ എടുക്കണം. അതുപോലെ തന്നെ 20 വരെയൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും വേണം. നമുക്കിവിടെ 2, 4, 6, 8 എന്നുള്ള രീതിയിൽ ആക്സിസുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ ഈ ഗ്രാഫ് വരയ്ക്കാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കി ആ രീതിയിലാണ് നമ്മളിവിടെ ആക്സിസുകൾ വരയ്ക്കേണ്ടത്. ഈ ഗ്രാഫ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിലാണ് ആക്സിസുകളിൽ പോയിന്റ്സ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് 1 സെൻറ്റിമീറ്റർ 2 യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ x ആക്സിലും y ആക്സിലും പോയിന്റ്സിനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒന്നാമത്തെ ലൈൻ, അതായത് 3x പ്ലസ് 4y ഈക്വൽ ടു 60 എന്നുള്ള ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള 2 പോയിന്റുകൾ 0, 15ഉം 20, 0യുമാണ്. അപ്പോൾ ആ 2 പോയിന്റുകളെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. 0, 15, x 0യും y 15ഉമായിട്ട് വരുന്ന പോയിന്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് y ആക്സിലെ പോയിന്റ് ആണ്. പോസിറ്റീവ് y ആക്സിലെ 15 എന്നുള്ള സ്ഥലത്ത് വരും. അപ്പോൾ നമുക്കിവിടെ 14നും 16നും കൃത്യം നടുക്ക് വരുന്ന പോയിന്റാണ് 15 എന്ന് മനസ്സിലാക്കാം. അവിടെ നമ്മൾ ആ പോയിന്റിനെ മാർക്ക് ചെയ്തു. അടുത്ത പോയിന്റ് 20, 0 ആണ്. x 20യും y 0യും 20, 0 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ 2 പോയിന്റ്സിനെയും കണക്ട് ചെയ്യുന്ന ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഈ 2 പോയിന്റുകൾ കൂടി കടന്നു പോകുന്ന ലൈൻ നമ്മൾ വരച്ചു. ഈ ലൈനാണ് 3x പ്ലസ് 4y ഈക്വൽ ടു 60. ഇനി നമുക്ക് ആവശ്യം 3x പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്നുള്ള ആ ഒരു റീജിയനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ലെസ് ദാൻ 60 വരുന്ന ആ റീജിയൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 0, 0 എന്ന് പറയുന്ന പോയിന്റ്
നമ്മൾ പുട്ട് ചെയ്ത് നോക്കുന്നു. 3x + 4y <= 60ൽ 0 0 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ പുട്ട് ചെയ്യുമ്പോൾ 0 + 0 അതായത് 0 <= 60 എന്ന് വരും. അത് ശരിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ ലൈനിൻ്റെ താഴേക്ക് വരുന്ന ഭാഗമാണ് നമ്മുടെ ഫീസിബിൾ റീജിയനകത്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ആ ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി രണ്ടാമത്തെ ലൈൻ നമ്മൾ വരയ്ക്കുന്നു. അതായത് x + y = 10 എന്ന് പറയുന്ന ലൈനാണ്. ആ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രണ്ട് പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിച്ചു. അത് 0 10ഉം 10 0യുമാണ്. 0 10 എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം x0 y 10, അതായത് y ആക്സിലെ 10 എന്ന് പറയുന്ന പോയിന്റാണ്. 10 0 എന്ന് പറയുന്ന പോയിന്റ് x ആക്സിലെ 10 എന്ന് പറയുന്ന പോയിന്റാണ്. ഈ രണ്ട് പോയിന്റുകളും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ രണ്ട് പോയിന്റുകളിൽ കൂടിയും കടന്നു പോകുന്ന ലൈനാണ് അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ആ രണ്ട് പോയിന്റുകളിൽ കൂടിയും കടന്നു പോകുന്ന രീതിയിൽ നമ്മളിവിടെ ഈ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈനാണ് x + y = 10. ഇനി നമുക്കിവിടെ ആവശ്യം x + y > 10 എന്ന് പറയുന്ന ആ ഒരു റീജിയൻ ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ 0 0 എന്ന് പറയുന്ന ആ പോയിന്റ് നമ്മൾ x + y > 10നകത്ത് കൊടുക്കുകയാണെങ്കിൽ 0 + 0 > 10 എന്നാണ് വരിക. അതായത് 0 > 10 എന്നാണ് വരിക. അത് ശരിയല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് 0 0 ഉൾപ്പെടുന്ന ഭാഗമല്ല, മറുഭാഗമാണ് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യേണ്ടത്. അതായത് ഈ ലൈനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന ഭാഗം. അടുത്തതായിട്ട് മൂന്നാമത്തെ ലൈൻ നമ്മൾ വരയ്ക്കുന്നു. x - 3y = -6 വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ രണ്ട് പോയിന്റുകൾ. ആദ്യത്തെ പോയിന്റ് 0 2ഉം അടുത്ത പോയിന്റ് -6 0യുമാണ്. 0 2 എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം. 0 2 എന്ന് പറയുന്ന പോയിന്റ് അത് y ആക്സിലെ 2 എന്ന് പറയുന്ന പോയിന്റാണ്. അതുപോലെ തന്നെ -6 0 x ആക്സിലെ -6 ആണ് ആ പോയിന്റ്. അപ്പോൾ ആ രണ്ട് പോയിന്റുകളും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. ഈ രണ്ട് പോയിന്റുകളിൽ കൂടിയും കടന്നു പോകുന്ന ലൈനാണ് അടുത്തതായിട്ട് നമ്മൾ വരയ്ക്കുന്നത്. ഈ രണ്ട് പോയിന്റുകളിൽ കൂടിയും കടന്നു പോകുന്ന ആ ലൈൻ നമ്മൾ വരച്ചു. ഈ ഒരു ലൈനാണ് ഇപ്പോൾ നമ്മൾ വരച്ച x - 3y = -6. x - 3y = -6. ഇനി നമുക്കിവിടെ ആവശ്യം x - 3y <= -6 എന്ന് പറയുന്ന ആ ഒരു റീജിയനാണ് നമുക്ക് ആവശ്യം. x - 3y <= -6. അപ്പോൾ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നു 0 0 ഉൾപ്പെടുന്ന ഭാഗമാണോ അതോ മറുഭാഗമാണോ എന്ന്. അപ്പോൾ 0 0 എന്നുള്ള പോയിന്റ് നമ്മളിവിടെ കൊടുക്കുമ്പോൾ 0 - 0 <= -6, അതായത് 0 <= -6. അത് ശരിയല്ല എന്ന് നമുക്കറിയാം. 0 എന്ന് പറയുന്നത് -6നേക്കാളും ചെറുതല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ 0 0 ഉൾപ്പെടുന്ന ഭാഗമല്ല, മറുഭാഗമാണ് നമ്മളിവിടെ ഫീസിബിൾ റീജിയൻ്റെ ഭാഗമായിട്ട് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഈ ലൈനിൻ്റെ മുകളിലേക്ക് വരുന്ന ഭാഗം. ഇനി വീണ്ടും നമുക്ക് ഒരു ഇനീക്വാളിറ്റി കൂടി ഇവിടെ ഉണ്ട്. അത് x > 0 എന്നതാണ്. അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് പോയിന്റ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യം ഇല്ല. ഇത് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ x = 0 എന്ന് പറയുന്ന ലൈൻ വരച്ചാൽ മതി. നമുക്കറിയാം x = 0 എന്ന് പറയുന്ന ആ ലൈൻ അത് y ആക്സിസ് ആണ്. അപ്പോൾ y ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഭാഗം അതാണ് x > 0 എന്ന് നമുക്കറിയാം. ഈ ഒരു 4 റീജിയണും കൂടി ഒരുമിച്ച് വരുന്ന ഭാഗമാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. അതായത് നമ്മളിവിടെ 4 ലൈനുകളിലും നമ്മൾ ഏത് സൈഡാണ് എടുക്കേണ്ടതെന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് 4ഉം കൂടി ഒരുമിച്ച് വരുന്ന ഭാഗം ഏതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ് ഫീസിബിൾ റീജിയനായിട്ട് വരുന്ന ആ ഒരു ഭാഗം. അതായത് ഈ 4 ഭാഗങ്ങളും കൂടി ഒരുമിച്ച് വരുന്ന ഭാഗം. ഇതാണ് ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഫീസിബിൾ റീജിയൻ്റെ കോർണർ പോയിന്റ്സ് ഏതെല്ലാം എന്നുള്ളതാണ്. കോർണർ പോയിന്റ്സിന് നമുക്കിവിടെ ആദ്യം തന്നെ പേര് കൊടുക്കാം. ഈ ഒരു പോയിന്റിന് നമ്മൾ A എന്ന് പേര് കൊടുക്കുന്നു. ഈ ഒരു പോയിന്റിന് നമ്മൾ B എന്ന് പേര് കൊടുക്കുന്നു. അടുത്തതായിട്ട് ഇവിടെ C എന്ന് പേര് കൊടുക്കുന്നു, D എന്ന് പേര് കൊടുക്കുന്നു. 4 കോർണർ പോയിന്റ്സ് ആണ് ഇവിടെ വരുന്നതെന്ന് നമുക്ക് കാണാം. അങ്ങനെയെങ്കിൽ ഈ കോർണർ പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. A എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്സിസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് കൃത്യമായിട്ട് തന്നെ 6 4 എന്നുള്ള രീതിയിൽ അത് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ അതിനെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. അതായത് ഈ ഒരു പോയിന്റ് ഉണ്ടാകുന്നത് 2 ലൈനുകൾ കൂട്ടിമുട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതിനകത്ത് ഒരു ലൈൻ എന്ന് പറയുന്നത്
എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10ഉം അടുത്ത ലൈൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് 3y ഈക്വൽ ടു -6ഉമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ എഴുതി ഒന്ന് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ആകും. y മൈനസ് മൈനസ് 3y y പ്ലസ് 3y അതായത് 4y ഈക്വൽ ടു 10 മൈനസ് മൈനസ് 6 അതായത് 10 പ്ലസ് 6 16 എന്ന് വരും. അതായത് y ഈസ് ഈക്വൽ ടു 16/4 y ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ പുട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എക്സ് കിട്ടും. y എന്ന് പറയുന്നത് 4 ആണെങ്കിൽ x എന്ന് പറയുന്നത് 10 മൈനസ് 4 x ഈക്വൽ ടു 6 എന്ന് നമുക്ക് കിട്ടും. അതായത് x ഈക്വൽ ടു 6ഉം അതുപോലെ തന്നെ y ഈസ് ഈക്വൽ ടു 4ഉമാണ് ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. ഇതുപോലെ നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നു. ബിയുടെ കോർഡിനേറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് ബി എന്ന് പറയുന്ന ആ പോയിന്റ് ഉണ്ടാകുന്നത് രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടുന്നതിന്റെ ഫലമായിട്ടാണ്. ഒന്ന് എക്സ് മൈനസ് 3y ഈക്വൽ ടു -6ഉം അടുത്തത് 3x പ്ലസ് 4y ഈക്വൽ ടു 60യുമാണ് ആ രണ്ട് ലൈനുകൾ. അപ്പം അങ്ങനെയെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കാണാം, ഇവിടെ എക്സിൻ്റെ വൈയുടെ കോഎഫിഷ്യൻസ് ഒന്നും ഈക്വൽ അല്ല. ഒന്നാമത്തെ ഇക്വേഷനെ നമ്മളൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3x മൈനസ് 9y ഈക്വൽ ടു -18 എന്ന് വരും. അതിനുശേഷം നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസും സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ 3x മൈനസ് 3x ക്യാൻസൽ ആകും. 4y മൈനസ് മൈനസ് 9y അതായത് 4 പ്ലസ് 9 13y ഈക്വൽ ടു 78 എന്ന് നമുക്ക് കിട്ടും. 60 മൈനസ് മൈനസ് 18 അതായത് 60 പ്ലസ് 18 78 എന്ന് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു 78/13 അതായത് y ഈസ് ഈക്വൽ ടു 6 എന്ന് നമുക്ക് കിട്ടും. വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ പുട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. y 6 എന്ന് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ പുട്ട് ചെയ്യുകയാണെങ്കിൽ 3 × 6 18 എന്ന് വരും. -18 നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുകയാണെങ്കിൽ പ്ലസ് 18 എന്ന് വരും. അതായത് -6 പ്ലസ് 18 അതായത് x ഈസ് ഈക്വൽ ടു 12 എന്ന് നമുക്ക് കിട്ടും. x ഈക്വൽ ടു 12. അപ്പം അങ്ങനെയെങ്കിൽ ബി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കിട്ടി. അത് 12 6 ആണ്. ഇവിടെ നമുക്ക് ആക്സസിൽ നോക്കിക്കൊണ്ടും നമുക്ക് ഏകദേശം കറക്റ്റായി തന്നെ ഈ പോയിന്റുകൾ എടുക്കാനായിട്ട് സാധിക്കും. അതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ലൈൻ്റെ ഇക്വേഷനിൽ പുട്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കാം. സി എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം, അത് പോസിറ്റീവ് y ആക്സിലെ പോയിന്റ് ആയതുകൊണ്ട് നേരെ നമുക്ക് ആ പോയിന്റ് എഴുതാം. ആ പോയിന്റ് 0 15 ആണ്. y ആക്സിലെ പോയിന്റ് ആയതുകൊണ്ട് x 0, y ആക്സിലെ 15ൽ കൂടിയാണ് അത് കടന്നു പോകുന്നത്. അതുകൊണ്ട് അത് 0 15. അടുത്ത പോയിന്റ് ഡി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കറിയാം y ആക്സിലെ പോയിന്റ് ആണ്, അത് 0 10 ആണ്. അങ്ങനെയെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ ഇവിടുത്തെ ഒപ്റ്റിമൽ വാല്യൂ, അതായത് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള മാക്സിമം വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കണം. ആ ടേബിളിൽ കോർണർ പോയിന്റും വാല്യൂ ഓഫ് ഇസഡുമാണ് വേണ്ടത്. 4 കോർണർ പോയിന്റ്സ് ആണുള്ളത്. എ എന്ന് പറഞ്ഞ പോയിന്റ് അത് 6 4 ആണ്. ബി എന്ന് പറഞ്ഞ പോയിന്റ് 12 6, സി എന്ന് പറഞ്ഞ പോയിന്റ് 0 15, ഡി എന്ന് പറഞ്ഞ പോയിന്റ് 0 10. ഇവിടെ എല്ലാം നമ്മൾ ഇസഡിൻ്റെ വാല്യൂ കാണണം. ഇസഡ് എന്ന് പറയുന്നത് ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് ഇസഡ് ഈക്വൽ ടു 3x പ്ലസ് 7y എന്നാണ്. ഇസഡ് ഈക്വൽ ടു 3x പ്ലസ് 7y. അപ്പോൾ അങ്ങനെയെങ്കിൽ 6 4ലെ ഇസഡിൻ്റെ വില, അതായത് 3 × 6 18 പ്ലസ് 7 × 4 28, അതായത് 46 എന്ന് നമുക്ക് കിട്ടുന്നു. നമ്മുടെ അടുത്ത പോയിന്റ് 12 6 ആണ്. 12 6 എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുവാണെങ്കിൽ 3 × 12 പ്ലസ് 7 × 6 അതായത് 36 പ്ലസ് 42 എന്ന് വരുന്നു. അതായത് 78 എന്ന് നമുക്ക് കിട്ടുന്നു. നമ്മുടെ അടുത്ത പോയിന്റ് 0 15, അത് ഇസഡിൽ കൊടുക്കുകയാണെങ്കിൽ x 0 y 15 അതായത് 0 പ്ലസ് 15 × 7 105 എന്ന് നമുക്ക് കിട്ടുന്നു. അടുത്ത പോയിന്റ് 0 10. 0 10 നമ്മൾ ഇസഡിൽ കൊടുക്കുകയാണെങ്കിൽ x 0 y 10 ആണ്. 0 പ്ലസ് 7 × 10 അതായത് 70 എന്ന് നമുക്ക് കിട്ടുന്നു. ഇവിടെ നമുക്ക് കാണാം മാക്സിമം വാല്യൂ ആയി നമുക്കുള്ളത് 105 ആണ്. അത് 0 15 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അപ്പോൾ നമ്മൾ ആൻസർ എടുത്ത് എഴുതുന്നു. മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് ഈക്വൽ ടു
105 at 0, 15. ഇതാണ് നമ്മുടെ ആൻസർ.